ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വായനാ ദിനം പാർട്ട് 2. ആദ്യത്തെ ചോദ്യം: ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ഒഡീസി, ഇലിയഡ്. രണ്ടാമത്തെ ചോദ്യം: രാമായണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മൂന്നാമത്തെ ചോദ്യം: വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലാകാൻ ഞാൻ. ഇത് ആരുടെ വരികൾ? ഉത്തരം: കുഞ്ഞുണ്ണി മാഷ്. അടുത്ത ചോദ്യം: ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23 ആയതുകൊണ്ട്. അഞ്ചാമത്തെ ചോദ്യം: സാര ജഹാംസെ അച്ഛൻ എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം: ഉറുദു. അടുത്ത ചോദ്യം: വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: P.N. പണിക്കർ. അടുത്ത ചോദ്യം: ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം: വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം: കുന്തലത. അടുത്ത ചോദ്യം: മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ്? ഉത്തരം: വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പത്താമത്തെ ചോദ്യം: ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഏതാണ്? ഉത്തരം: ഈ വായന. അടുത്ത ചോദ്യം: മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഉത്തരം: അവകാശികൾ. അടുത്ത ചോദ്യം: അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം: ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. 13ാമത്തെ ചോദ്യം: അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം എഴുതിയ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം: ഡോക്ടർ APJ അബ്ദുൽ കലാം. ജീവിതം പൂർണ്ണമാക്കാൻ പുസ്തകങ്ങളും നന്മയുള്ള മനസ്സും നല്ല സുഹൃത്തുക്കളും മതി. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: മാർക്ക് ട്വെയിൻ. 15ാമത്തെ ചോദ്യം: മഹാഭാരതം കളിപ്പാട്ട്, അധ്യാത്മരാമായണം കളിപ്പാട്ട് എന്നിവ രചിച്ചതാര്? ഉത്തരം: തുഞ്ചത്തെഴുത്തച്ഛൻ. അടുത്ത ചോദ്യം: കുമാരനാശാന്റെ വീണപൂവ് വെളിച്ചം കണ്ടത് ഏത് പ്രസിദ്ധീകരണം വഴിയായിരുന്നു? ഉത്തരം: മിതവാദി. അടുത്ത ചോദ്യം: തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം: കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ചോദ്യം: ചെമ്മീൻ എന്ന കൃതി ആരുടേതാണ്? ഉത്തരം: തകഴി ശിവശങ്കരപിള്ള. 19ാമത്തെ ചോദ്യം: അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: നാശമില്ലാത്തത്. ഇവിടെ അവസാനത്തെ ചോദ്യം: നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരം? ഉത്തരം: സാഹിത്യ അക്കാദമി പുരസ്കാരം. നിങ്ങൾക്കുള്ള ബോണസ് ചോദ്യം ഇതാണ്: ഭൂമിക്കൊരു ചരമഗീതം എന്ന പ്രസിദ്ധ കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്?